എന്നാണ് അവസാനമായിട്ട് ഈ ആരതിയെ കണ്ടത്? ഒരു 3 ദിവസം മുന്നേ ഒരു ഉച്ചയ്ക്ക് ഇവരെങ്ങോട്ടോ പാസ് ചെയ്ത് പോയപ്പോൾ കണ്ടു. അത്രേ ഉള്ളൂ. സാധാരണ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്, ചിരിക്കും, അത്രേ ഉള്ളൂ. ഇത്രയും നാളായിട്ട് ഇവിടെ ഒരു 7 മാസത്തോളമായി വന്നിട്ട്. അവരുടെ പേരേതാണോ, വീട് ഏതെന്നോ, അഡ്രസ്സ് ഏതെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കാണുമ്പോൾ ആ ഒരു ചിരി, അത്ര മാത്രമേ ഉള്ളൂ അവർ. തിരുവനന്തപുരം ആറ്റുകാലിൽ ചെറുമുക്ക് എന്ന സ്ഥലത്ത് ഇന്ന് രാവിലെയാണ് 27 വയസ്സുകാരിയായ ആരതിയെ വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഈ 27കാരി ഏറ്റുവാങ്ങിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആരതിയുടെ ബന്ധു കൂടിയായ വിൻസൽ എന്നോടൊപ്പം ചേരുന്നു. ഈ കുട്ടിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? കുട്ടിയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ്. ഇങ്ങനൊരു ബുദ്ധിമുട്ട് നേരിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഞങ്ങളുടെ അടുത്ത് ആരും ഒരു കാര്യം പറയാറില്ല. ഈ എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയുന്നത് അമ്മയുടെ അടുത്താണ്. അമ്മയുടെ അടുത്ത് പറയുമ്പോഴും പകുതി കാര്യങ്ങളെ പറയുള്ളൂ. കല്യാണം കഴിഞ്ഞ് 1.5 വർഷമായി. ഈ 1.5 വർഷത്തിനിടയിൽ 3 മാസം കഴിയുമ്പോൾ തൊട്ട് ഈ സ്വർണത്തിൻ്റെ അടുത്ത് പണയം വെപ്പും ആർപ്പാട് ജീവിതമായിട്ട് നടക്കുകയാണ്. ഇവൻ്റെ അച്ഛനും അമ്മയും ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയാണ്. ഇവർ 2 ആൺപിള്ളേരാണ്. ഇളവനെ പഠിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം എല്ലാം ഇവൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു അനിയനുണ്ടായിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്ത്. അവൻ്റെ ചിലവ് നോക്കുന്നവനാണ്. അപ്പം സാമ്പത്തികം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഇത് എടുത്ത് പണയം വെപ്പ് തന്ത തുടങ്ങി. തന്തയും വയ്ക്കാൻ കൊടുക്കാത്തതിന് പീഡനം സഹിക്കാതെയാണ് ഇവിടെ വാടക വീട്ടിലോട്ട് വന്നത്. ഈ വിവരങ്ങളൊന്നും ഞങ്ങളുടെ അടുത്തോ ഞങ്ങളെ അനിയത്തിയുടെ അടുത്തോ പറയാറില്ല, തള്ളയുടെ അടുത്തോ പറയാറില്ല. ഇത് കഴിഞ്ഞ് ഈ അടുത്ത സമയത്ത് 10 ലക്ഷം രൂപയ്ക്കൊരു പണയം വെച്ച് വിറ്റിട്ട് അതിനൊരു എർട്ടിക്ക കാറെടുത്ത്. അപ്പോഴെന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവൻ ലോൺ ഇട്ടെടുത്താണ്. അപ്പം ഇവൻ ഈ ബാങ്കിൻ്റെ മാനേജറെന്നും പറഞ്ഞാണ് ഇവിടെ കല്യാണം ആലോചനയായിട്ട് വരുന്നത്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പം ഇതിന് മുമ്പ് ഇവൻ ഒരു കല്യാണം നിശ്ചയം നടത്തിയപ്പോഴത്തേക്ക് അത് തെറ്റിപ്പോയതിൻ്റെ പേരിൽ അവന് ക്ഷയം വിചാരിച്ച് എത്രയും പെട്ടെന്ന് നടത്തണമെന്നും പറഞ്ഞ് ഒരു മാസത്തിനകം വെച്ചാണ് ഈ കല്യാണം നടത്തി കൊടുക്കുന്നത്. ഈ തന്തയെ വരുത്തി തന്തയുടെ കയ്യിൽ ഇരുന്ന് തികയാത്തോണ്ട് പെരയിടം പണയം വെച്ച് ആ പൈസയ്ക്കെല്ലാം കൂടെ 50 പവനും ഇട്ടാണ്. മൂത്ത കുട്ടിക്ക് 50 പവനാണ് കൊടുത്തത്. അതുപോലെ ഇളയ കുട്ടിക്കും കൊടുക്കണമെന്ന് നിർബന്ധം പിടിച്ച് അവൻ്റെ സമ്പാദ്യം മുഴുക എടുത്തിട്ടാണ് കല്യാണം കഴിച്ചു വിടുന്നത്. ഇതിൽ ഒട്ടുമിക്കതും ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് തീർന്നു. ഈ എത്ര സ്വർണ്ണമാണ് കൊടുത്തത്? അങ്ങനെ എന്തെങ്കിലും 50 പവൻ 50 പവൻ ഇട്ടുകൊണ്ട് കല്യാണം കഴിച്ചു വരുന്നത്. കല്യാണം ആർഭാടമായിട്ട് ശിവേരിയിൽ ഇത് നടത്തി നല്ല രീതിയിൽ സത്യം നടത്തി. ഇതൊക്കെ നാട്ടുകാരെല്ലാവരും കൂടെ ഞങ്ങളെ കുറേ അനിയേട്ടന്മാരെ മക്കളെ ഞങ്ങളെല്ലാം കൂടെ വർക്കലിൽ തന്നെ ഒരു നല്ലൊരു ഫാമിലിയാണ്. ബന്ധം ഉത്തരവാദികളെല്ലാം എല്ലാവരെയും സംഭവിച്ചപ്പോൾ ഈ കൊച്ചിനെ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് കെട്ടിച്ചു കൊടുക്കുന്ന ഇങ്ങനെ ഒരു ബാങ്കിൽ മാനേജറാണെന്ന് പറയുന്നത് അവന് മാനേജറൊന്നും അല്ല, അവൻ ഈ പിന്നെ ലോൺ സെക്ഷനിലാണ്. ഇതൊക്കെ ഇത്ര അത്യാവശ്യമായിട്ട് എന്ത് കുട്ടിക്ക് വേറെ വല്ല അഫെയർ വല്ലതും ഉണ്ടാ എന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പലരും വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള കുട്ടിയൊന്നുമല്ല. തന്തയ്ക്ക് സുഖമില്ലാത്തതാണ്. അവന് 2 കുട്ടികൾ ഒന്നുകൂടെ ഇത് കല്യാണം കഴിച്ചിട്ട് അവനെ സ്വസ്ഥമായിട്ട് ഗൾഫിൽ നിന്ന് തിരിച്ചു വരണം. 64 വയസ്സായി. 60 വയസ്സ് വരെ അവിടെ നിൽക്കാൻ നോക്കുന്നു. ആ കമ്പനി അവനെ വീണ്ടും വിസ അടിപ്പിച്ച് ഇവൻ്റെ പ്രാരാബ്ദങ്ങൾ അറിഞ്ഞുകൊണ്ട് നിർത്തിയിരിക്കുക. ഇന്നലെ രാത്രി അവനെ ഞങ്ങളിഞ്ഞ് വരാൻ പറഞ്ഞു. അവൻ വിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ചില ഫോട്ടോസൊക്കെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ഈ അടിക്കുന്ന ഫോട്ടോ പാടുകൾ നമ്മളെയൊന്നും കാണിക്കില്ല. കാര്യം ആ ഭാഗത്തൊക്കെ എഴുതിയിരിക്കും ഈ അടയാളങ്ങൾ വരുന്നു. ഇവൻ കാണാത്ത ഭാഗത്ത് മുഖത്തൊക്കെ കാണെങ്കിലല്ലേ ഞങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ. മദ്യപാനം ഉണ്ടായിരുന്നു ഇതിനകത്ത്, അതിന് എതിർക്കുമായിരുന്നു. അതിലും പിന്നെ പ്രശ്നങ്ങളാണ് അടിയാണ്. അപ്പം ചുരുക്കത്തിൽ എന്തെന്ന് പറഞ്ഞാൽ ഇവളെ ഏതെങ്കിലും രീതിയിൽ കുഴച്ചാലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളൊരു തോന്നലും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മയും ബാക്കിയുള്ളവരും എല്ലാവരും ഇത് ഒളിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനെ അറിയിക്കുന്ന മോശമല്ലേ എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു കുറച്ച് ഇത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ. ഇല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റൂല്ലെങ്കിൽ നമ്മൾ അടുത്ത് താമസിക്കുന്നവരടുത്തെങ്കിലും പറയണ്ടേ. അങ്ങനെ ഒരു കാര്യം. അത്തരത്തിലുള്ള വൈകാരികമായ വാക്കുകളാണ് ബന്ധുക്കളൊക്കെ പങ്കുവെക്കുന്നത്. അതായത് തുടർച്ചയായി ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടാകുന്ന കാര്യം അമ്മയ്ക്കറിയാമായിരുന്നു. പക്ഷെ അത് പുറത്തറിഞ്ഞാൽ നാണക്കേടാകുമല്ലോ എന്ന് കരുതി
അഭിമാനം അത് കൃത്യമായി കാക്കുക എന്നത് മലയാളികൾ പലപ്പോഴും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അയൽവാസിയായ ഒരു യുവതി കൂടിയാണ്. എന്താണ് പേര്? എന്നാണ് അവസാനമായിട്ട് ഈ ആരതിയെ കണ്ടത്? ഒരു 3 ദിവസം മുന്നേ ഒരു ഉച്ചയ്ക്ക് ഇവരെങ്ങോട്ടോ പാസ് ചെയ്ത് പോയപ്പോൾ കണ്ടു, അത്രേ ഉള്ളൂ. സാധാരണ കാണുമ്പോൾ സംസാരിക്കുന്നുണ്ട്, ചിരിക്കും, അത്രേ ഉള്ളൂ. ഇത്രയും നാളായിട്ട് ഇവിടെ ഒരു 7 മാസത്തോളമായി വന്നിട്ട് അവരുടെ പേരേതാണോ വീട് ഏതെന്നോ അഡ്രസ്സ് ഏതെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കാണുമ്പോൾ ആ ഒരു ചിരി, അത്ര മാത്രമേ ഉള്ളൂ. അവർ ഇത്രയും പാവമായിരുന്നു. പാവമാണോ എന്താണെന്ന് അറിയത്തില്ല. അവരുടെ പേര് തന്നെ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത്. ഇവിടെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങളുടെ കേട്ടിട്ടില്ല. ഇവിടെ പ്രശ്നമുണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഡെയിലി ജോലിക്ക് പോകുന്നതായാലും തിരിച്ചു വരുന്നതൊക്കെ ഈ വഴി. അയൽവാസികളുമായിട്ട് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു? ഇല്ല, അതാ പറഞ്ഞ പുള്ളിക്കാരിയുടെ പേരോ അഡ്രസ്സോ ഒന്നും അറിയത്തില്ല. അതെല്ലാം ഇന്നലെ രാത്രിയാണ് ഇവരുടെ വീട് വർക്കല ആണെന്ന് അറിയുന്നത്. ഇന്നലെ രാത്രിയാണ്. ഇന്ന് രാവിലെയാണ് ആ കുട്ടിയുടെ പേരറിയുന്നത്. ഈ ഹസ്ബൻഡും അങ്ങനെ തന്നെയായിരുന്നു? ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിട്ടാണ് പോകുന്നത്. ഒറ്റയ്ക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ചിരിക്കുക, അത്രേ ഉള്ളൂ. അവരുടെ അടുത്തും അങ്ങനെ ഒരു സൗഹൃദം? എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ്. ഇവിടെ ആർക്കും അറിയത്തില്ല, പുള്ളിക്കാരിയുടെ പേര് പോലും അറിയത്തില്ല. ഇവർക്ക് എന്താ ജോലി എന്ന് അറിയത്തില്ല, എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, പുള്ളി പഠിക്കുന്നതാണോ ഒന്നും അറിയത്തില്ല. അയൽവാസികളുമായും അത്തരത്തിലൊരു സൗഹൃദം ഉണ്ടായിരുന്നില്ല. കാണുമ്പോൾ ചിരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് എന്നാണ് അയൽവാസികളൊക്കെ പങ്കുവെക്കുന്നത്. എന്തായാലും ഒരുപാട് വാർത്തകൾ ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിലും ആവശ്യപ്പെടുന്ന പണം കൊടുക്കാതിരിക്കുന്നതിൻ്റെ പേരിൽ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഒടുവിൽ നിക്കക്കള്ളിയില്ലാതെ ജീവൻ ഒടുക്കേണ്ടി വന്ന ഒരുപാട് യുവതികളുടെ വാർത്തകൾ മുൻപും കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇത് അവസാനത്തേതാകട്ടെ എന്ന് പറഞ്ഞ് ആ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതേ സംഭവം ഒരു തനി ആവർത്തനം പോലെ വീണ്ടും ആറ്റുകാലിലെ ചെറുമുക്കിൽ നിന്ന് ആരതിയുടെ പേരിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വേദന ഉളവാക്കുന്ന ഒന്നായി മാറുന്നത്. ക്യാമറമാൻ സി വിനോദനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ആ ബെൽറ്റിന് അവിടെ ബെൽറ്റ് അവിടെ ബെൽറ്റ് ഉണ്ടെങ്കിൽ പോയി അങ്ങോട്ട് തള്ളിയാൽ മതി. കൈ മാറ്റി തള്ളിക്കോ തള്ളി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.